അങ്ങേക്ക് കൂടുതൽ അറിയാവുന്ന ആൾ. നമുക്കറിയാം ഇന്നത്തെ ലോകമെന്നത് സോഷ്യൽ മീഡിയയിൽ ഒരു ലോകവും റിയൽ ലൈഫിൽ മറ്റൊരു ലോകവുമാണ് എല്ലാവരുടെയും ജീവിതം. അതിലിപ്പോൾ ഒരു ബിസിനസ്സുകാരനാണെങ്കിൽ അദ്ദേഹം വളരെ മോട്ടിവേഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുക, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം എങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുന്നു എന്ന് ആളുകളെ കാണിക്കുക. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു ബിസിനസ്സുകാരൻ എന്ന ഒരു നിലനിൽപ്പിൻ്റെ കൂടി ഭാഗമാണല്ലോ. വളരെ സക്സസ്ഫുള്ളായി തന്നെ മുന്നോട്ട് പോകണമെന്നൊരു പ്രകടനവും കൂടി സ്വാഭാവികമായിട്ട് വേണം. അതൊരു ബിസിനസ് രീതി കൂടി തന്നെയാണ്. അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോയതാണോ, അതിൽ എവിടെയെങ്കിലും അദ്ദേഹത്തിന് മറ്റ് ആകുലതകളോ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലൊരു വൈഷമ്യങ്ങൾ? അത് നമുക്കറിയാം, മനുഷ്യരല്ലേ. ഇപ്പോൾ എത്ര കോടിയുടെ ആസ്തി ഉണ്ടെങ്കിലും ആസ്തി ഇല്ലാത്തവനുമൊക്കെ പല വിധത്തിൽ മാനസിക വ്യാപാരങ്ങളിലൂടെ സഞ്ചരിക്കാം. അതൊന്നും നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞെന്ന് വരില്ല. അങ്ങനെ അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്തുക്കളോട് ഏതെങ്കിലും വിധത്തിൽ എന്തെങ്കിലും അദ്ദേഹം വിഷമങ്ങൾ പങ്കുവച്ചിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും സൂചനകൾ നിങ്ങൾക്കുണ്ടോ? പൂർണ്ണമായ ഈ ഒരു സാമ്പത്തിക വ്യവഹാരത്തിൻ്റെ പേരിൽ മാത്രം ജീവൻ ഒടുക്കാൻ അങ്ങനെ കഴിയുന്ന ഒരാളാണോ CJ റോയ്? അതാണ് നമ്മുടെ എല്ലാവരുടെയും ഒരു വലിയൊരു ചോദ്യം. ഇങ്ങനെ ഒരു രീതിയിലുള്ള ഒരു കാര്യങ്ങളും നമ്മൾ കേട്ടിട്ടില്ല. കാരണം ബിസിനസ്സിനകത്ത് അതും ഇങ്ങനെയൊക്കെയുള്ള ഈ ഒരു സ്കെയിലിൽ ബിസിനസ് ചെയ്യുന്നവരുടെയൊക്കെ ലൈഫിൽ ഇങ്ങനെ ഡോക്യുമെന്റേഷൻ അല്ലെങ്കിൽ അത്രയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ സ്വാഭാവികമാണ്. അതൊക്കെ ഇവർക്കൊക്കെ അറിയാം. ഇപ്പൊ ചെറുകിട നാട്ടിലെ ഒരു സ്റ്റാർട്ടപ്പ് നടത്തുന്ന ആൾക്ക് പോലും അറിയാം രാജ്യത്തെ നിയമം എന്താണ്, അതനുസരിച്ചിട്ട് എങ്ങനെ നമ്മൾ ഡോക്യുമെന്റ്സ് വരണം, അല്ലെ കംപ്ലൈന്റ്സ് എങ്ങനെ നിൽക്കണം എന്നൊക്കെ. അപ്പൊ ഇത് ഇന്റർനാഷണൽ ലെവലിൽ ബിസിനസ് ചെയ്യുന്ന ഒരാൾക്ക് ഇതിനെ കുറിച്ചുള്ള ഒരു അവയർനെസ് തീർച്ചയായിട്ടും ഉണ്ടാവും. ഞാൻ ഇതിനകത്ത് കാണുന്ന ഏറ്റവും വലിയൊരു ഉത്കണ്ഠ, അതായത് ഒരു മനുഷ്യൻ ഇപ്പം സ്വാഭാവികമായിട്ടും ഓരോരുത്തരുടെ ലൈഫിൽ ഏതെങ്കിലുമൊക്കെ ഒരു ടൈമിൽ വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സമയത്തിലൂടെ ഒക്കെ പോയി പോകും. അതൊരു വലിയ അതിസമ്പന്നനാവണമെന്നോ അല്ലെങ്കിൽ ഒരു സാധാരണ മനുഷ്യനോ ഒരു നോർമൽ ഒരു തൊഴിലാളി ആർക്കൊക്കെ വേണമെങ്കിൽ ഇതൊക്കെ സംഭവിക്കുന്നതാണ്. പക്ഷേ റോയ് ഇദ്ദേഹത്തെ പോലൊരാൾ ഇങ്ങനെ ഒരു ശതകോടീശ്വരനായ അല്ലെങ്കിൽ ഇത്രയും വലിയൊരു സംഭവത്തിൽ ഒരു ചെറിയൊരു പ്രശ്നം അല്ലെങ്കിൽ വലിയൊരു പ്രശ്നം വന്നാൽ ഒരു സൂയിസൈഡ് ആണ് അല്ലെങ്കിൽ ആത്മഹത്യ ആണ് എന്നുള്ള ഒരു തോട്ട് വന്നാൽ ബാക്കിയുള്ള സാധാരണ ആൾക്കാർക്കൊക്കെ ഇതൊരു എക്സാമ്പിൾ ആയിട്ട് മാറാം. അപ്പൊ ഇവിടെയൊക്കെയാണ് നമുക്കിനി ഒരു വലിയൊരു ഈ മെന്റൽ ഹെൽത്തിന്റെയും അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ഇതിനെ നമ്മുടെ മുമ്പിൽ ഒരുപാട് ആത്മഹത്യകൾ വരുമ്പോൾ ഒരുപാട് ചർച്ചകൾ ചെയ്യപ്പെടാറുണ്ട്. നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ ഇദ്ദേഹത്തെ പോലെ ഒരു റോൾ മോഡലായിട്ടുള്ള പല ആൾക്കാരും ഇൻസ്പിറേഷൻ ആയിട്ട് യങ്സ്റ്റേഴ്സ് ഒക്കെ കാണുന്നത് നമുക്ക് നേരിട്ട് അറിയാവുന്നതാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു മരണം വരുമ്പോൾ ബാക്കിയുള്ളവരുടെ ഒരു പ്രശ്നത്തിൽ സുരേഷ് പിള്ള, ഇപ്പോൾ അദ്ദേഹം ഈ 36 വയസ്സിലാണ് അദ്ദേഹം ഇങ്ങനെ ഒരു ബിസിനസ്സിലേക്ക് സ്വന്തമായിട്ട് കാലെടുത്ത് വയ്ക്കുന്നത്. ഈ 20 വർഷം കൊണ്ട് ഇത്രയും വലിയൊരു സാമ്രാജ്യം ഉണ്ടാക്കുന്ന ചില്ലറ കാര്യമല്ല. അതിന് മുൻപേ തന്നെ ബാംഗ്ലൂരിലെ സാധ്യതകൾ കണ്ടറിഞ്ഞ് സ്ഥലം വാങ്ങിക്കുക, പിന്നീട് അതിന് പൊന്നും വിലയാകുന്ന നിലയിലേക്ക് വരുമ്പോൾ ആ ബിസിനസ്സിന് ആ നിലയിൽ ഉപയോഗിക്കുക. അപ്പോൾ അത്രയ്ക്ക് എന്താ പറയുക, ദീർഘവീക്ഷണത്തോടുകൂടി വളരെ സാമ്പത്തിക കാര്യത്തിലൊക്കെ കൃത്യമായ അച്ചടക്കത്തോടു കൂടി മാത്രം മുന്നോട്ട് പോയ ആൾക്കേ ഇത് സാധ്യമാകും. അപ്പോൾ നേരത്തെ സൂചിപ്പിച്ച ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുന്ന ആൾക്ക് പോലും ഇന്നത്തെ നിയമ സംവിധാനങ്ങൾ എങ്ങനെയാണ്, എന്തൊക്കെ കാര്യങ്ങൾ ഒരു സംരംഭം തുടങ്ങുമ്പോൾ പാലിക്കണമെന്നൊക്കെ അറിയാം. അപ്പോൾ ഇദ്ദേഹത്തിന് അതിന് വലിയ സംവിധാനമുണ്ടല്ലോ. അദ്ദേഹം ഒറ്റയ്ക്ക് മാത്രമല്ല, ഇത്രയും വലിയൊരു ജീവനക്കാരുടെ ഒരു വലിയ ശൃംഖലയുണ്ട്. അതൊക്കെ ചെയ്യുന്നതാണ്. ഇപ്പോൾ നേരത്തെ നമ്മുടെ അതിഥികളൊക്കെ സൂചിപ്പിച്ച പോലെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതൊക്കെ ക്ലാരിഫൈ ചെയ്യാനുള്ള സാധ്യതകൾ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ അതിലുപരിയായിട്ടുള്ള ഈ നമ്മൾ കാണുന്ന സെലിബ്രേറ്റഡ് ആയ CJ റോയ് എന്നതിനപ്പുറത്തേക്കുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. അയാൾക്ക് അയാളുടേതായ ചില വേറൊരു ലോകമുണ്ടാകാം, ചില വിഷമങ്ങളുണ്ടാകാം. അപ്പോൾ അത് എവിടെയും പങ്കുവയ്ക്കപ്പെട്ട് പോയില്ലേ എന്നതാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ. അങ്ങനെ നമുക്ക് ചിന്തിക്കാം, ഒരു സങ്കടം. ഇത്രയും അടുത്ത സുഹൃത്തുക്കൾ ഉണ്ടായിട്ട് അല്ലേ, എന്തും തുറന്നു പറയാനുള്ള എത്രയോ സൗഹൃദ വലയങ്ങളുണ്ടാകും. കുടുംബം അത്രയാണ്. അതാണ് നമുക്ക് സംശയം ഉണ്ടാക്കുന്നത്. തീർച്ചയായിട്ടും അത് തന്നെയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ അറിയാമല്ലോ, അദ്ദേഹം ഒരു ഇന്റർനാഷണൽ പ്രൊഫൈലുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ഫ്രണ്ട്സിന്റെ ലെവൽ ഏതൊക്കെ ആൾക്കാരുടെ അടുത്ത് ഏതൊക്കെ രീതിയിലാണ് സംസാരിക്കുക, അത് എത്ര ക്ലോസ് ആയിട്ടുള്ളത് നമുക്കറിയാം. നമ്മുടെയൊക്കെ ഒരു ചുറ്റിൽ കാണുന്ന അദ്ദേഹം വളരെ ഫ്രണ്ട്ലി ആയിട്ട് വളരെ അധികം അടുത്തിടപഴകുന്ന രീതിയാണ്. അപ്പൊ നമ്മളെല്ലാം ആ രീതിയിലാണ് അദ്ദേഹത്തെ കാണുന്നത് പോലും. അപ്പൊ താങ്കൾ പറഞ്ഞ പോലെ ഈ ഒരു മാനസികമായിട്ടുള്ള അങ്ങനെയൊക്കെയുള്ള വേറെ എന്തെങ്കിലും ചിന്തകൾ അല്ലെങ്കിൽ എന്തെങ്കിലും അത്രമാത്രം അലട്ടിയ ഒരാൾ ഇങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെ കൊണ്ടുപോയി ഇത് ചെയ്തെന്നൊക്കെ അറിയാന്ന് പറയുന്നത് അത്ര അടുത്ത വേറെ ആർക്കെങ്കിലും ഒക്കെ അറിയാം. അല്ലെങ്കിൽ നമുക്ക് അദ്ദേഹത്തിന്റെ ബ്രദർ പറഞ്ഞ കുറെ അറിവുകളുണ്ട്, പിന്നീട് അദ്ദേഹത്തിന്റെ കുറെ സുഹൃത്തുക്കൾ പറഞ്ഞ അറിവുകളുണ്ട്. അപ്പൊ ഈ ഒരു ബിസിനസിന്റെ ഇടയിൽ നിൽക്കുന്ന ഒരാൾ ഇങ്ങനെ ചെയ്യാൻ ഒരു സാധ്യതയില്ല. കാരണം ഒരു 10 പേർക്ക് ശമ്പളം കൊടുക്കുന്ന ഒരാൾക്ക് പോലും ഏറ്റവും വലിയ ഉത്കണ്ഠയാണ് അയാളുടെ തൊഴിലാളികളെ പ്രൊട്ടക്ട് ചെയ്യുക, ആ ബിസിനസിനെ കീപ്പ് ചെയ്തുകൊണ്ട് പോവുക. അപ്പൊ
ഇത്രയും വലിയൊരു നമുക്കൊക്കെ അറിയാം, ഞാൻ ചെറിയ ആൾക്കാർ അല്ല, ഉദ്ദേശിക്കുന്ന ചെറിയ സംരംഭം നടത്തുന്ന അല്ലെ 2-3 ജീവനക്കാരുള്ളവർ പോലും അവരുടെ ഏറ്റവും വലിയൊരു ഉത്കണ്ഠ എന്ന് പറഞ്ഞാൽ അവരുടെ എങ്ങനെ ആ തൊഴിൽ ആ ഒരു സംരംഭം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം, അവരെ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാം എന്നൊക്കെ ഉള്ള ചിന്തയാണ്. അപ്പൊ ഇത്രയും വലിയ ലെവലിൽ എത്തിയ ഒരാൾ ഈ ഒരു നിസ്സാരപ്പെട്ട കാര്യം അല്ലെങ്കിൽ ഏതെങ്കിലും നിസ്സാരപ്പെട്ട അദ്ദേഹത്തിന് പരിഹരിക്കാൻ പറ്റുന്ന കാര്യമാണ് ബിസിനസ്സിലെ സംഭവിക്കുന്ന ഈ ബാക്ക് എൻഡിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ. ആ കാര്യങ്ങൾക്കെതിരെ ഉണ്ടായ സമയത്ത് ഈ ഒരു ചിന്ത വരുന്നത് ഏത് രീതിയിലാണെന്നുള്ളതാണ് നമുക്കിപ്പോഴും എല്ലാ ബിസിനസ് മേഖലയിലായാലും എല്ലാവരും ആശങ്കയോടെ കാണുന്നത്. അപ്പൊ അത് തീർച്ചയായിട്ടും അന്വേഷിക്കപ്പെടണം. അത് ഏത് രീതിയിലാണ് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് അല്ലെങ്കിൽ അത് എന്നുള്ളത് വലിയൊരു വിഷമമായിട്ട് തന്നെ ഇരിക്കുകയാണ്. തീർച്ചയായും ഇതിൽ ഇപ്പോൾ ഏത് അന്വേഷണത്തിലൂടെ എത്രത്തോളം സത്യം പുറത്തു വരുമെന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല.